നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വരുന്ന ഒരു എനർജി, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു എനർജിയിൽ അല്ലെ റിലേഷൻഷിപ്പിൽ തടസ്സം എന്ന് പറയുന്നത്, ഇവിടെ തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. ആ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, എല്ലാവർക്കും അല്ല, അതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ, എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരു വ്യക്തിക്ക് അറിയാം. ഓക്കെ, ആ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് എന്താ പറയുക, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്നല്ല, ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ വ്യക്തിയെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കുന്നു, അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ത്യാഗങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിവരിച്ചിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു വ്യക്തിയോട്. ചിലപ്പോൾ ഒരു ടാരറ്റ് റീഡർ കൂടെ ആയിരിക്കാം എന്നും വേണമെങ്കിൽ പറയാം. സോ അവർക്ക് മനസ്സിൽ വന്നിട്ടുള്ളൂ, ഇത്രമാത്രം ഒരു വ്യക്തിയെ ഒരു വ്യക്തിക്ക് സ്നേഹിക്കാൻ കഴിയുമോ, അതൊരു കണ്ണ് തട്ടാന്ന് പറയില്ലേ, അത്തരത്തിലുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിൽ അറിയാവുന്ന ഏതൊരു മൂന്നാമതൊരു വ്യക്തി എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ എന്തോ ഒരു കണ്ണ് തട്ടിയിട്ടുള്ളൊരു എനർജി, അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് ഭയങ്കരമായിട്ട് ബ്ലോക്ക്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മൂന്നാമതൊരാളെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത്യാവശ്യം നിങ്ങളത് പറയാതിരിക്കുക ഒരാളെടുത്തും. അയാൾ ചിലപ്പോൾ സപ്പോർട്ടീവായിട്ടൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അവർ പിന്നീട് അത് ചിന്തിക്കുന്നുണ്ടോ, ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ട് വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരിക്കില്ല, അത് അവർ അറിഞ്ഞുകൊണ്ടും വിചാരിക്കുന്നതായിരിക്കില്ല. പക്ഷെ ചില വ്യക്തികളുടെ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ണേറ് തട്ടാന്ന് പറയും. ചില വ്യക്തികൾ അവരുടെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് അത് തട്ടും ചിലപ്പോൾ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഓഫ് കോഴ്സ് ഇവിടെ നല്ല നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കാണുന്നത്. എങ്ങനെ നെഗറ്റീവ് എനർജി വന്നു എന്ന് നോക്കുമ്പോൾ, നിങ്ങൾ തമ്മിൽ ആദ്യം റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെ സന്തോഷവും സ്നേഹവും പരിഗണനയും ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി എല്ലാം ഉള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു. ഏതോ ഒരു സമയം ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എന്തും നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്ന ഒരു സമയത്തേക്ക് വിളിക്കാതെ വന്നിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ വേഗം, സാധാരണ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഒരുപാട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വേഗം നിങ്ങൾക്ക് ഗുഡ് നൈറ്റ് അയച്ചാൽ, ഓക്കെ ഗുഡ് നൈറ്റ് എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ക്ഷീണം കൊണ്ടായിരിക്കണം ഉറങ്ങാൻ പോയിട്ടുണ്ടായിരിക്കണം. സോ അന്ന് മുതൽ എന്തോ നിങ്ങൾക്ക് ഡെയിലി എന്തായിരുന്നോ അതിൽ നിന്നും ചിലപ്പോൾ ആ ഒരു പേഴ്സണിൻ്റെ ഇതിൽ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ മാറ്റം, വിളിക്കുന്ന ഒരു ടൈമിൽ മാറ്റം വന്നതാണോ, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ അളവ്, ചിലപ്പോൾ നിങ്ങൾ മുമ്പൊക്കെ ഒരുപാട് മണിക്കൂറോളം സംസാരിച്ചിരുന്ന വ്യക്തികളായിരിക്കണം, ഏതൊരു സമയം അതിൻ്റെ മണിക്കൂറിൻ്റെ അളവ്, മിനിറ്റിൻ്റെ അളവ് കുറഞ്ഞതായിരിക്കണം. എന്തോ അങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയെന്ന് കാണിക്കുന്നുണ്ട്. ഇനി ആ വ്യക്തിക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു തുടങ്ങിയോ, അത് സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് അവിടെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അന്ന് മുതൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവാണ്. ഇനി ആൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, എന്നെയായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ആളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോയതാണോ, ഇനി എന്നോടുള്ളൊരു ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ചിന്ത പിന്നെ ഡെയിലി ബേസിസിലാവാൻ തുടങ്ങി നിങ്ങൾക്ക്. ആ ഒരു കാര്യം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി, ഞാൻ പറഞ്ഞു, നമ്മൾ യൂണിവേഴ്സിലേക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. നിങ്ങൾ 100 ടൈംസ് എന്താണോ ചിന്തിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് തന്നെയാണ് നിങ്ങളിലേക്ക് വരിക. യൂണിവേഴ്സിന് നമ്മളെ തോട്ട്സിനെയാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവുള്ളത്. ഓക്കെ, യൂണിവേഴ്സ് ആൻഡ് ഗോഡ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ തോട്ട്സിനെയാണ് നമ്മൾക്ക് വിഷ്വലൈസേഷൻ യാഥാർത്ഥ്യമാക്കി തരുന്നത്. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 എനർജി ഓൾറെഡി എനിക്കിവിടെ കിട്ടി. ഒന്ന്, മറ്റൊരു വ്യക്തിയിൽ നിന്നുള്ള ഒരു കണ്ണേറ് ഇവിടെ നന്നായിട്ട് കാണിക്കുന്നതാണ് നെഗറ്റീവ് എനർജി. 2, നിങ്ങളിൽ തന്നെയുള്ള ഒരു നെഗറ്റീവ് എനർജി, നിങ്ങളുടെ ബാഡ് ആയിട്ടുള്ള ഒരുപാട് ചിന്താഗതികൾ എന്ന് കാണിക്കുന്നുണ്ട്. അത് ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് അവരുടെ കാര്യങ്ങളിരുന്ന് ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവർ ഈ സമയം, അല്ലെങ്കിൽ അവർ രാത്രി കാലങ്ങളിൽ പെട്ടെന്ന് ചിലപ്പോൾ ഉറക്കം എണീറ്റിട്ട് ആ സമയത്ത് എന്തെങ്കിലും
യൂറിൻ പാസ് ചെയ്യാൻ പോയിട്ട് തിരികെ വന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് വാട്സപ്പ് എടുത്ത് നോക്കിയതായിരിക്കാം. ചിലപ്പോൾ വാട്സപ്പ് സീനിൽ ലാസ്റ്റ് സീൻ കാണുന്നത് ചിലപ്പോൾ വളരെ വൈകിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ട് ചിന്തിക്കണം. ആ സമയത്ത് എന്തിന് നിങ്ങൾക്കൊരു മെസ്സേജും ആ സമയത്ത് വന്നിട്ടും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ചിന്തകളെല്ലാം തന്നെ ഇവിടെ ഭയങ്കര നെഗറ്റീവായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ട്, നിങ്ങളുടെ അറിയാവുന്ന ഏതോ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കണ്ണേറ് തട്ടിയിട്ടുണ്ട്. ആ കണ്ണേറ് ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ രണ്ട് എനർജിയാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഈ രണ്ട് എനർജിയാണ്, അത് നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾക്ക് രണ്ട് പേരുടെ എനർജി എന്ന് പറയുന്നത്, അതായത് സോൾ കണക്ഷനിൽ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. ഈ സോൾമേറ്റ് കണക്ഷനിൽ തന്നെ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോഴേക്കും അത് വികടമായിട്ടുള്ള എനർജി നിങ്ങളിൽ പ്രകടമാകും. അത് ഓപ്പോസിറ്റ് വൈബ്രേഷനിൽ നിങ്ങൾക്ക് എനർജി വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പേർക്ക് അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റിൻ്റെ എനർജിയിലായിരിക്കില്ല നിങ്ങളുടെ എനർജി നിൽക്കുന്നത്. ഇത് കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് വൈബ്രേഷനിൽ നിൽക്കുന്ന എനർജീസ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ബാലൻസ്ഡ് ആയിട്ട് പഴയ പോലെ കൊണ്ടു നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ടായിരിക്കും. ഭയങ്കര ഇംബാലൻസ്, ഹേർട്ടിങ്, എത്രയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ എനർജി വൈബ്രേഷൻ്റെ ഓപ്പോസിഷൻ ഇവിടെ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി വൈബ്രേഷൻ റോസ് കോഡ്സിൻ്റെ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് എനർജീസിൽ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് റോസ് കോഡ്സിൻ്റെ ബ്രേസ്ലെറ്റ്. എൻ്റെ അടുത്തുണ്ട്. നമ്മളത് 7 to 10 days എനർജൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സാധാരണ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും. അതിൽ എനർജൈസ്ഡ് ആയിരിക്കില്ല. എനർജൈസ്ഡ് ആയിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ എൻ്റെ ഏറെക്കുറെ പേരും ഇവിടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ കുറേ പേര്, നിങ്ങൾ സത്യാവസ്ഥകൾ, ട്രൂത്ത് കുറേ പേര് കാണുന്നില്ല. ഓക്കെ, വളരെ 1% ആൾക്കാരിൽ അവിടെ നന്നായിട്ട് ചതി നടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണ് കെട്ടപ്പെട്ടിരിക്കുകയാണ് സ്നേഹം കൊണ്ടും, അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ഒരു പ്രാന്തമായിട്ടുള്ളൊരു സ്നേഹം കൊണ്ടും. അവർ നിങ്ങളെ 1% നന്നായിട്ട് ചീറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് നുണകൾ പറയുന്നു. അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതെല്ലാവരുടെ എനർജീസിലല്ല. അതിപ്പോൾ നിങ്ങളെല്ലാവരും ഇനി എൻ്റെ എനർജി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് അടിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു വ്യക്തി നിങ്ങളെ റിയലി ജെനുവിനായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, ചീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയാണ് മെയിനായിട്ട് എനിക്കിവിടെ നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്.